ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന ചർച്ചാ വിഷയം എന്താണ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി തംബ്നെയിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. എന്താണ്? നമ്മളുടെ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു മിനി സ്റ്റഡി പ്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളുടെ എക്സാം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന കോഴ്സ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് എക്സാം ഉണ്ട് അല്ലേ? കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് എക്സാം ഉണ്ട്. ഈ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതിന് മുമ്പുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷനും LSD ഒക്കെ നമ്മൾ തന്നതുപോലെ. അപ്പോൾ കുറേ ആളുകൾ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ആളുകൾ എന്താണ് ഈ പ്രധാനപ്പെട്ട ഈ സ്റ്റഡി പ്ലാൻ, എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ വർക്ക് ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് ഉള്ളത് കാരണം, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ടോട് കൂടി വന്ന് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ചേരേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിനി സ്റ്റഡി പ്ലാൻ നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷേ രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനി സ്റ്റഡി പ്ലാന്റെ വീഡിയോ എല്ലാം വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് വളരെയധികം പോസിറ്റീവ് റിവ്യൂസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്നാലും ചില ആളുകൾ, സാർ എവിടെ നിന്ന് പഠിക്കണം, ഇത് എങ്ങനെയാണ് മിനി സ്റ്റഡി പ്ലാൻ, എനിക്ക് മിനി സ്റ്റഡി പ്ലാൻ മനസ്സിലായില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കിട്ടി. സത്യസന്ധമായിട്ട് പറയണമല്ലോ, കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ നിന്ന്. അപ്പോൾ കൃത്യമായിട്ട് ഒന്നുകൂടി മിനി സ്റ്റഡി പ്ലാൻ മിനി സ്റ്റഡി പ്ലാൻ ഇനി എത്ര ദിവസം തുടരും എന്ന് ചോദിച്ചിട്ട് ഇന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനി സ്റ്റഡി പ്ലാൻ അത്രയും ദിവസം തുടരാൻ പോകുന്നില്ല. മിനി സ്റ്റഡി പ്ലാൻ എന്താണ് സ്റ്റഡി പ്ലാൻ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് കവർ ചെയ്ത് എക്സാം എഴുതി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ടോപ്പിക് നിങ്ങൾക്കൊന്ന് തീർത്ത് തരിക. ഇതാണ് നമ്മൾ ഇത് ചെയ്തത് മിനി സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായി ഞങ്ങൾക്ക് വന്ന ചില സംശയങ്ങൾ ഒന്നുകൂടി കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് എക്സാം സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് കാണാൻ നോക്കുക, അവസാനം വരെ കാണാൻ നോക്കുക. എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുക, എങ്ങനെ നിങ്ങൾക്ക് അത് പഠിച്ച് കൃത്യമായ റിവിഷനോടുകൂടി ടെസ്റ്റുകൾ എടുത്തിട്ട് പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കും എന്നത് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒപ്പം ഞങ്ങളുടെ കോഴ്സ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പ്, പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പ്, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പറയുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ മിനി സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ 3 ദിവസങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റിൽ ഒരു 3 ചോദ്യങ്ങൾ എടുത്തിട്ട് എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ടെസ്റ്റ് തരിക, എന്തായിരിക്കും ടെസ്റ്റിലെ ചോദ്യങ്ങളുടെ നിലവാരം എന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ കാര്യങ്ങൾ കേട്ട് ഈ സ്റ്റഡി പ്ലാനിനെ കുറിച്ച്, ഇനി ഞങ്ങൾ തരാൻ പോകുന്ന പ്രധാനപ്പെട്ട മെയിൻ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. നോക്കൂ, നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങേണ്ട സമയമായി എന്ന് നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് അല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റഡി പ്ലാൻ ആകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, ആ കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോവാം. എന്തെങ്കിലും അപ്ഡേറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ്. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ചേർക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറും വാട്സപ്പ് ചെയ്യാനുള്ള ലിങ്കും കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് ഇടുന്നതായിരിക്കും. അതിനോടൊപ്പം ഒരു ലിങ്ക് കൂടി ഉണ്ടാകും. അത് എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെയല്ല, നമ്മൾ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി ഇറക്കിയിട്ടുള്ള കോഴ്സിന്റെ ഒരു ലിങ്കാണ്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കാം, ഫീസ് നോക്കാം. തുടക്കത്തിൽ ഈ ഒരു സമയത്ത് നമ്മളൊരു ഫീസിലൊരു റിഡക്ഷൻ, അതിൽ തന്നെ നമ്മളെ വിശ്വസിച്ച് ചേരുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു റിഡക്ഷൻ കൊടുക്കാറുണ്ട്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന് വിചാരിക്കുന്നു ആ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാം, മോഡൽ ക്ലാസ്സുകൾ കാണാം, ഫ്രീ ക്ലാസ്സുകളുണ്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ കൂടെ നിങ്ങൾക്ക് കൂടാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി, നിങ്ങൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടും. നമ്മൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പ് ഇന്നലെ വൈകുന്നേരമാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നോക്കൂ, ഇതൊരു കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് എക്സാം തീരുന്നത് വരേക്കുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിനെ ഞങ്ങൾ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗമുള്ളത്. പിന്നെ ആർട്ട്, ലിറ്ററേച്ചർ, സ്പോർട്സ്, ഇംഗ്ലീഷ്, മലയാളം, കമ്പ്യൂട്ടർ നോളജ്, റീസണിങ്, അരിത്തമാറ്റിക്സ്, സയൻസ്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ സെക്ഷനായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ടാകും. ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ആ സെക്ഷനിൽ വന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഡേറ്റ ആഡ് ചെയ്യാം, ആവശ്യങ്ങൾ അറിയിക്കാം. ഇവിടെ എല്ലാം ഫാക്കൾട്ടീസ് ഈ ഗ്രൂപ്പിൽ ഉണ്ടാകും. ആ ഫാക്കൾട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരുന്നതും ആയിരിക്കും.
ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ കോഴ്സിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പ് എക്സ്ക്ലൂസീവ് ആയിട്ട് ലഭിക്കും. ഇവിടെ ആയിരിക്കും നമ്മുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ. സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും ഓപ്പൺ ആണ്. നമ്മളിത് പറയാൻ പോകുന്നുണ്ട്. ടെസ്റ്റുകൾ പക്ഷേ നമ്മൾ എങ്ങനെയായിരിക്കും, കോഴ്സ് എടുത്ത കുട്ടികൾക്കായിട്ടായിരിക്കും നമ്മൾ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ തരുന്നത്. ചില ടെസ്റ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് ആയിരിക്കും, ചില ടെസ്റ്റുകൾ. ഓക്കെ, എല്ലാം നമുക്ക്, അല്ലെങ്കിൽ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് അതിലൊരു കാര്യമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്, അടുത്ത ഭാഗത്തേക്ക് പോവാം, പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. സ്റ്റഡി പ്ലാൻ സ്ട്രക്ചർ എന്ത് എന്നതാണ് ഇപ്പോഴും ചില ആളുകളുടെ സംശയം. നോക്കൂ, വളരെ ചുരുങ്ങിയ രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പോകുന്ന മിനി സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരാഴ്ച നമ്മൾ നടത്തുന്ന സ്റ്റഡി പ്ലാൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് തിങ്കളാഴ്ച മുതൽ തുടങ്ങി സാറ്റർഡേ വരെ തുടരുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. 6-ാം തീയതി മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തുടങ്ങിയതാണ്. അത് എന്ത് ചെയ്യും, ഈ 6-ാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് പോയി അവസാനിക്കുന്നത് എന്ന് പറയുന്നത് 6-ഉം 7-ഉം 8-ഉം എന്ത് നടക്കുന്നതായിരുന്നു, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ഭാഗങ്ങൾ തന്നു. ആ ഭാഗങ്ങളെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു എക്സാം ഓൾറെഡി എന്ത് ചെയ്തു, നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. 9-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ എന്താ പറയുക, ടെസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് അത് വാലുവേറ്റ് ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട്. ഇനി 9, 10, 11 ദിവസങ്ങളിൽ കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്കുള്ള ടോപ്പിക്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ശേഷം ഞായറാഴ്ച നിങ്ങൾക്ക് എന്ത് തരും, ഒരു ഫുൾ ടെസ്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അത് ഓരോ ദിവസവും അത് കൃത്യമായിട്ട് പഠിച്ചു തീർക്കുക. വെനസ്ഡേ ദിവസം നിങ്ങൾക്കൊരു ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ആ ടെസ്റ്റ് ചെയ്യുക. ഞായറാഴ്ച ഒരു ഫുൾ ടെസ്റ്റ് തന്നു. ഇത് ഒരാഴ്ചത്തെ മിനി സ്റ്റഡി പ്ലാനിനാണ് ഈ സ്ട്രക്ചർ നമ്മൾ ഉണ്ടായിരുന്നത്. ഇനി മെയിൻ സ്റ്റഡി പ്ലാൻ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി മോർ ദാൻ 60 ഡേയ്സ്. 60-ൽ കൂടുതൽ ദിവസങ്ങളുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രിലിമിനറി സിലബസ് ആദ്യഘട്ടത്തിൽ പഠിച്ചു തീർക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും ആദ്യം വരിക. കാരണം മെയിൻസിന്റെ സിലബസ് നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പ്രിലിമിനറിക്ക് നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് തയ്യാറെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 60 ദിവസത്തിൽ കൂടുതൽ വരുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും തരിക. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മോസ്റ്റ്ലി തിരിക്കുന്നത് 10 ദിവസം ആയിട്ടുള്ള ബാച്ചുകളായിട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 1-ാമത്തെ ദിവസം മുതൽ 10-ാമത്തെ ദിവസം വരെ പഠിക്കാനുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതാത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഇപ്പോൾ നാളെ നിങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങൾ തലേ ദിവസം ഇന്ന് വൈകുന്നേരം 8 മണിക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. സോ ദാറ്റ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായി ആലോചിക്കാം. ഞാൻ ഈ ടോപ്പിക്കിലെ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, ട്രാവൻകൂർ കിങ്ഡം നിങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം തരികയാണ്. അടുത്ത ദിവസം ട്രാവൻകൂർ കിങ്ഡം പഠിക്കണമെന്ന് തരികയാണ്. പൊളിറ്റിയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കണമെന്ന് എന്ത് ചെയ്യുകയാണ്, തരികയാണ്. ഇന്ത്യൻ ജോഗ്രഫിയിലെ മൗണ്ടെയിൻ റേഞ്ചുകളെ കുറിച്ച് പഠിക്കണമെന്ന് നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ തന്നു എന്ന് വിചാരിക്കൂ. കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ട്രാവൻകൂർ കിങ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെല്ലാം ഞാൻ പഠിക്കണം. മാർത്താണ്ഡവർമ്മയും കാർത്തിക തിരുനാൾ മഹാരാജാവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ധാരാളം വരാറുണ്ട്, ഞാനത് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ടുവേർഡ്സ് എൻഡിൽ എന്താ പറയുക, നമ്മളുടെ ശ്രീ ചിത്തിര തിരുനാളിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ, അതുപോലെ റീജന്റ് റാണിയെ കുറിച്ചാണെങ്കിൽ ചോദ്യങ്ങൾ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. പ്രധാനപ്പെട്ട ദിവാൻമാർ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മൗണ്ടെയിൻ റേഞ്ചുകൾ അല്ലെ, നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചുകൾ ഉണ്ട്. അതുപോലെ ശേഷം താഴത്തേക്ക് വരുന്ന വിന്ധ്യ സത്പുര റേഞ്ചുകളുണ്ട്. ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും പഠിക്കാനുണ്ട്. ഇവയിലെ എല്ലാത്തരെയും ടോപ്പ് പോയിന്റുകൾ ഏത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് വരുന്ന നദികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ ഓർത്തൊന്ന് കിടക്കുക. അടുത്ത ദിവസം നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കവർ ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അപ്പൊ ഇതിനു വേണ്ടിയാണ് തലേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്ത് നാളെ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിടുന്നത്. ആൻഡ് അപ്പോൾ ഇത് നമ്മൾ എത്ര ദിവസം എന്നതനുസരിച്ച് മൺഡേ ടു സാറ്റർഡേ വീക്ക്ലി ഓർ 10 days ആകുന്ന രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ തിരിച്ച് ടോപ്പിക്കുകൾ നിങ്ങൾ തരും. ഇപ്പോൾ മിനി സ്റ്റഡി പ്ലാൻ നടക്കുന്നത് മൺഡേ ടു സാറ്റർഡേ എന്നുള്ള രീതിയിൽ കേരള ഹിസ്റ്ററി കവർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ സ്റ്റഡി പ്ലാൻ ആണ് നടക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾക്ക് തരാനായിട്ടൊരു സ്റ്റഡി പ്ലാൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സർ ഫ്രം വേർ ഐ ഷുഡ് സ്റ്റഡി, എവിടെ നിന്നാണ് സാർ ഞങ്ങൾ ഇതൊക്കെ പഠിക്കേണ്ടത്? നോക്കൂ, ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് തരാറുണ്ട്. കാരണം സ്റ്റഡി പ്ലാൻ ഉദ്ദേശം എന്താണ്? സ്റ്റഡി പ്ലാൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിക്കവാറും പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു പ്ലാനുമായിട്ട് എല്ലാവരും തുടങ്ങും. പക്ഷെ ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്കും കൺഫ്യൂഷൻ ആവും. അല്ലോ, ഇപ്പം ഞാൻ പഠിക്കുന്നതിനെ പഠിച്ചാൽ മതിയോ, ഹിസ്റ്ററി ഇപ്പോൾ തീർന്നിട്ട് ഇനി ജോഗ്രഫി പോയാൽ മതിയോ, അതോ മാത്സും റീസണിങ്ങും ആദ്യമേ തീർക്കണോ, എന്ത് ചെയ്യണം, എല്ലാം കുറച്ച് ഇങ്ങനെ തീർന്നു പോയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു.
ഇത് ആണ് നമ്മൾ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ആയിട്ട് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ ഒരു ക്രോണോളജിക്കലായിട്ട് ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ഓർഡറിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ തരും. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. എല്ലാം കൂടി ഒരു ദിവസം ഇരുന്ന് പഠിക്കാൻ നമുക്ക് പറ്റില്ല. ഈ പഠിക്കുന്ന ഭാഗങ്ങളെ നിങ്ങൾക്ക് തന്നെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുള്ള ദിവസങ്ങൾ തരും. അതിനുശേഷം ഇപ്പോൾ 75 ദിവസത്തെ പ്ലാൻ ആണെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് അങ്ങനെ ഒരു പ്ലാനാണ് കൊടുക്കുന്നത്. 75 ദിവസത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പ്ലാൻ, സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുത്തു. അതിൽ ഓരോ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗംഭീരമായിട്ടുള്ള ടെസ്റ്റ് നമ്മൾ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ടെസ്റ്റ് സീരീസ് മാത്രം എടുത്തിട്ട് കുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ ടെസ്റ്റുകൾ ഭയങ്കര ഗുണമായി ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ടെസ്റ്റുകളിൽ എന്ത് ചെയ്യും, ആ 10 ദിവസം പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായ ചോദ്യങ്ങളിലൂടെ നിങ്ങളെ കവർ ചെയ്യും. അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ തരിക. സോ ദാറ്റ് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 3 ഡേറ്റാ പോയിന്റുകൾ വളരെ കൃത്യമായിട്ട്, ചിലപ്പോൾ മൾട്ടിപ്പിൾ ഡേറ്റാ പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് കൃത്യമായിട്ട്? അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ടെസ്റ്റുകൾ നടത്തുക. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബുധനാഴ്ച നടന്നൊരു ടെസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മളുടെ കോഴ്സ് എടുത്ത കുട്ടികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ തരുമ്പോൾ, ഇപ്പോൾ ട്രാവൻകൂർ കിങ്സ് എന്നുള്ള ട്രാവൻകൂർ ഡൈനാസ്റ്റി എന്നാണ് തരുന്നതെങ്കിൽ നമ്മൾ പറയും 14ാമത്തെ ക്ലാസ് മുതൽ, കേരള ഹിസ്റ്ററിയിലെ 14 മുതൽ 19 വരെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം എന്ന് നമ്മൾ ബ്രാക്കറ്റിൽ സ്റ്റഡി പ്ലാനിൽ തരും. അപ്പോൾ ബ്രാക്കറ്റിൽ ക്ലാസ് 14 to 19 എന്ന് കാണുമ്പോൾ നമ്മുടെ കോഴ്സ് എടുക്കാത്തൊരു കുട്ടിയാണ് നിങ്ങൾ എന്താണെന്ന് വിചാരിക്കേണ്ട, പരിഭ്രമിക്കേണ്ട. അത് നമ്മളുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് നിങ്ങൾ എവിടെ പോയാൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും ഇതിന് ഡയറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം അവരെ പെയ്ഡ് ആയിട്ട് വന്ന് നമ്മളെടുത്ത് പഠിക്കുന്ന കുട്ടികളാണ്. മനസ്സിലാവുന്നുണ്ടോ? നോ ഒഫൻസ് ടു അതേഴ്സ്. പക്ഷെ എന്താണ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ക്ലാസ് തരുമ്പോൾ എങ്ങനെ തരണം, നമ്മുടെ ക്ലാസ്സിന്റെ ക്രോണോളജി, ഇപ്പോൾ കേരള ഹിസ്റ്ററി നിങ്ങൾക്കറിയാം, അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന ഭാഗം തന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിലബസ് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ കേരള ഹിസ്റ്ററി ഞാനാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് അങ്ങനെ അതിലൊരു ലോജിക്ക് തോന്നാത്ത കാരണം ഞാൻ ആദ്യം എപ്പോഴും നമ്മുടെ കേരള ഹിസ്റ്ററി നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടാൽ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത് ലിറ്റററി സോഴ്സസിനെ കുറിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സംസ്കൃതം, സാൻസ്ക്രിറ്റ് ലിറ്റററി സോഴ്സസ്, അതിനുശേഷം അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് തമിഴ് മലയാളം ലിറ്റററി സോഴ്സസ്, അതിനുശേഷം അറേബ്യൻ മലയാളം, എന്താ പറയുക, അറബി മലയാളം സോഴ്സസ്, ഇങ്ങനെ പോകുന്നത്. മനസ്സിലാവും? ഇപ്പൊ തുഹഫത്തുൽ മുജാഹിദീൻ പോലുള്ള കൃതികളൊക്കെ ഇല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്ക്. അപ്പോൾ കാരണം ആ ഭാഗം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓക്കെ കേരളത്തിൽ ഇന്ന കാലഘട്ടങ്ങളിൽ ഇന്ന കാര്യങ്ങൾ നടന്നു, അതിനെക്കുറിച്ചൊക്കെ ഇന്ന ആളുകൾ എഴുതി എന്നൊരു ഐഡിയ, ഒരു സ്കെൽട്ടൺ നിങ്ങൾക്ക് അപ്പളാ കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം എവിടേക്ക് പോകുന്നുണ്ട്, യൂറോപ്യന്മാരുടെ വരവിലേക്ക് പോകുന്നുണ്ട് ക്ലാസ്. അപ്പൊ എനിക്ക് ലോജിക്കലി തോന്നിയൊരു ക്രോണോളജി അതായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്തത്. അപ്പോൾ ആ ക്ലാസ്സുകളുടെ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമ്മളുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് നമ്മൾ കൊടുത്തു പോകും. സോ ദാറ്റ് അവർക്ക് ഓക്കെ 7ാമത്തെ മുതൽ 9ാമത്തെ ക്ലാസ് നോക്കിയാൽ ഈ ഭാഗം നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കി അവർക്ക് പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലാവണം? അതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അത് കണ്ട് കുറെ പേര് മെസ്സേജ്, സാർ ഈ ക്ലാസ് എവിടെ കിട്ടും? ആ ക്ലാസ് കോഴ്സില്ല ആണ് ഉള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കുക നിങ്ങൾ. കാരണം നമുക്ക് വി ഹാവ് ടു ഫോളോ എ സർട്ടൻ ക്രോണോളജി ഫോർ കംപ്ലീറ്റിംഗ് ദ സ്റ്റഡി പ്ലാൻ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. Then should I write notes? ഞാൻ നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ കാണുക. നിങ്ങൾക്ക് നോട്ട് മേക്കിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം എന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ കുറേ കാലമായിട്ട് പഠിച്ചതും ഞാൻ പഠിപ്പിച്ചതുമായിട്ടുള്ള ഒരു എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചില നോട്ട് മേക്കിംഗ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ചില ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങളാണ് ഞാൻ ആ നോട്ട് മേക്കിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്കത് കാണാം, ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ പറയുക, നിങ്ങൾ സ്വന്തമായി നോട്ട്സ് എഴുതണം. നോക്കൂ, കോഴ്സ് എടുത്ത് എല്ലാവർക്കും പഠിപ്പിക്കുന്ന ക്ലാസ്സിന്റെ PDF-കൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോഴ്സിൽ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ആ കിട്ടുന്ന PDF നിങ്ങൾക്ക് വായിക്കാനും സാധിക്കും. ചിലപ്പോൾ ആ PDF-ൽ നിന്ന് അതുപോലത്തെ കാര്യങ്ങൾ വരികയും ചെയ്യും. പക്ഷെ സ്റ്റിൽ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ട്സ് പോലെ വരില്ല ഒരിക്കലും. ഞാൻ കഴിഞ്ഞ തവണ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു. ഞാനത് ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ഒന്ന് എഴുതി ഇടുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് കഴിഞ്ഞ ശേഷം ആ കുട്ടി ട്രെയിനിൽ ഇരുന്നോ മറ്റേ വിളിച്ചത്, കുറേ നേരം സംസാരിച്ചു വന്നിട്ട് ആ കുട്ടി പറഞ്ഞ കാര്യം, സാർ എൻ്റെ അടുത്തൊരു ബണ്ടിൽ നോട്ട് ഉണ്ട് സാർ, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇരുന്നിട്ട്. ആ നോട്ട്സ് എഴുതിയപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ എഴുതണമെന്ന്. പക്ഷേ ഇപ്പം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ നോട്ട്സ് ഞാൻ കേട്ട് ശ്രദ്ധിച്ച് എഴുതുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം പരീക്ഷാ ഹാളിൽ എനിക്ക് എന്നിട്ട് ഗുണം കിട്ടിയെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ആ കുട്ടിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അസിസ്റ്റന്റ് എന്നുള്ള ജോലി അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് അഡ്വൈസ് വന്നു എന്നുള്ളൊരു മെസ്സേജ് ആ കുട്ടിയെ ഞാൻ ജസ്റ്റ് വായിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് ഇപ്പോൾ കയറിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതി, നിങ്ങൾ അധ്വാനിച്ച്, നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ആളാവണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതണം. കാരണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങൾ എഴുതുന്ന ഷോർട്ട് നോട്ടുകൾ, ഞാൻ നോക്കൂ, പഠിപ്പിക്കുന്ന ക്ലാസ് മുഴുവൻ ഇങ്ങോട്ട് പകർത്തുന്നതല്ല നോട്ട് എഴുതൽ. ഞാൻ പ്രത്യേകമായ നോട്ട് മേക്കിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ല നോട്ട് മേക്കിംഗ്. ഓക്കെ, നോട്ട് മേക്കിംഗ് എന്താണ്?
പ്രിസൈസ് ആയിട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മണിക്കൂർ ക്ലാസ് ഒരു 2 പേജിൽ തീർക്കാൻ പറ്റണം നിങ്ങൾക്ക്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ, ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ പ്രധാന പോയിന്റുകൾ എഴുതുന്നുള്ളൂ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇന്റേണലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് കേട്ട് പോകുന്നത്. അപ്പൊ അത്രയും ശ്രദ്ധിക്കുന്ന ഒരാൾക്കാണ് അത്രയും ഷോർട്ട് നോട്ട് ആക്കാൻ പറ്റുക. അത് നിങ്ങൾ ആ എബിലിറ്റി ഉണ്ടാക്കിയെടുത്താൽ ബിലീവ് മീ, എക്സാം ഹോളിൽ നിങ്ങൾ പുട്ടുപോലെ എന്ത് ചെയ്യും, എക്സാം എഴുതിയിട്ട് പുറത്തിറങ്ങി വരും. ഇതിനൊക്കെ വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഇരിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം. ശരി, അപ്പൊ ഷുഡ് ഐ റൈറ്റ് നോട്ട്സ്? എൻ്റെ അഭിപ്രായം യെസ്, യു ഷുഡ് മേക്ക് യുവർ ഓൺ നോട്ട്സ്. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ രീതി ഫോളോ ചെയ്യാം. ദെൻ ഹൗ ടു ടേക്ക് ദ ടെസ്റ്റ്. നോക്കൂ, ടെസ്റ്റുകൾ എഗെയിൻ ഞാൻ പറയുകയാണ്. ഞാൻ ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ആ ടെസ്റ്റ് ഇട്ട സമയത്തും ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഞാൻ PDF ടെസ്റ്റിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ആയത് കാരണം ഞാൻ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ആദ്യം തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ലിങ്ക് അല്ല തന്നത്, വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളുടെ കോഴ്സ് എടുത്ത കുട്ടികൾ, അതായത് നമ്മൾ ഇപ്പോൾ 10ാമത്തെ ദിവസത്തെ ഒരു മെയിൻ, ഇപ്പോൾ 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഓരോ 10 ദിവസം കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, 50 ചോദ്യത്തോളമുള്ള അല്ലെങ്കിൽ 30ഓ 50ഓ ചോദ്യമുള്ള, നമ്മളത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സബ്ജക്ട്സ് കവേർഡ്, അതിനെന്ത് ചെയ്യും, നമ്മൾ വലിയൊരു ടെസ്റ്റ് നിങ്ങൾക്ക് തരും. ആ ടെസ്റ്റ് ഏറ്റവും പുതിയ രീതിയിൽ നമ്മൾ പഴയ ഒരു ചോദ്യം എടുത്ത് തരികയല്ല നിങ്ങൾക്ക് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും പുതിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് PYQs-ന്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉൾപ്പെടുത്തും, എന്താ പറയുക, കറണ്ട് അഫയേഴ്സിന്റെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ നമ്മൾ നോക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ എക്സാമുകളുടെ ഒരു ട്രെൻഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ തരിക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക. സോ ദാറ്റ് നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഡേറ്റ പോയിന്റ്സ് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റുകൾ നമ്മൾ തീർച്ചയായിട്ടും എപ്പോൾ തന്നെ പറയട്ടെ, നമ്മൾ സ്റ്റഡി പ്ലാൻ ഓപ്പൺ ആയി കിട്ടും. ഇടയിലുള്ള ചെറിയ ടെസ്റ്റുകൾ ഞങ്ങൾ ചിലപ്പോൾ ഓപ്പൺ ആക്കി തരും. ഈ ടെസ്റ്റുകൾ പ്രധാന 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ സെക്ഷണൽ ആയിട്ടുള്ള വലിയ ടെസ്റ്റുകൾ നമ്മൾ കോഴ്സ് എടുത്ത കുട്ടികൾക്കാണ് കൊടുക്കുക. ഓക്കെ, അതിന്റെ ഇടയിൽ ചില ടെസ്റ്റുകൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഓപ്പൺ ആക്കാൻ ശ്രമിക്കാം. പക്ഷേ അതിൽ കൂടുതൽ ടെസ്റ്റുകളും നമുക്ക് അവർക്ക് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഒന്നും വിചാരിക്കരുത്. കാരണം ആസ് ഐ ടോൾഡ് യു, നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മുടെ കോഴ്സിന് പെയ്ഡ് ആയിട്ട് വന്ന് ചേർന്ന് നമ്മളെ ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് അവർ. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ടെസ്റ്റുകൾ എടുക്കുക? നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചില ടെസ്റ്റുകൾ തരുന്ന സമയത്ത് ഹൗ ടു ടേക്ക് ദോസ് ടെസ്റ്റ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ്? നോക്കൂ, ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ 3R ഫോർമുലയൊന്നും ഇപ്പോൾ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് ഞാൻ ഓൾറെഡി പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ടെസ്റ്റ് ടൈം വെച്ചെടുക്കണം. എങ്ങനെ എടുക്കണം? ടൈം വെച്ചെടുക്കണം. അത് 30 മിനിറ്റിന്റെ ടെസ്റ്റ് ആണെങ്കിൽ 30 മിനിറ്റിന്റെ ഒരു അലാം വെച്ച് ഒരു ടൈമർ ഓടിച്ച് ആ ടൈം കുറഞ്ഞു വരുന്നത് കണ്ട് ടെൻഷൻ അടിച്ച് വേഗം എഴുതി നിങ്ങൾ ടെസ്റ്റ് എടുക്കണം. അതാണ് നിങ്ങളെ ഓരോ ടെസ്റ്റ് എടുത്ത് പോകുമ്പോഴും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഞാൻ ഓരോ സ്റ്റഡി പ്ലാനിന്റെ ടെസ്റ്റ് തരുമ്പോഴും പറയാറുണ്ട്, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം നമ്മുടെ കോഴ്സ് എടുത്ത് ടെസ്റ്റ് എഴുതി കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും അതിന്റെ ഗുണം എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, ടൈം വെച്ച് എഴുതുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കീ വായിക്കലല്ല ടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ ഒന്നും തീരുന്നില്ല. ഞങ്ങൾ കീക്ക് ശേഷം ഒരു എക്സ്പ്ലനേഷൻ, സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ രീതിയിൽ തരാറുണ്ട്. ഇതിലൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും എക്സ്ട്രാ പോയിന്റുകളുമാണ്. നോക്കൂ, കേരള ഹിസ്റ്ററിയുടെ ഒരു ടെസ്റ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു ചോദ്യത്തിൽ മാക്സിമം ഞങ്ങൾക്ക് 3-4 ഡേറ്റാ പോയിന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് കൂടി ഉൾപ്പെടുത്താൻ പറ്റും. അതിനുശേഷം സൊല്യൂഷനിൽ പോകുമ്പോഴാണ് ആ സ്റ്റേറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ പോയിന്റ് ഇടുന്നത്. സോ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 7-8 ഡേറ്റാ പോയിന്റുകൾ റിവൈസ് ചെയ്ത് മനസ്സിലാക്കി അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ ടെസ്റ്റ് എഴുതി സ്കോറും നോക്കി പൊടി തട്ടിപ്പോയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ അങ്ങനെ തന്നെ പറയണം, ഒരു കാര്യവുമില്ല. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും, ഞങ്ങളുടെ ടെസ്റ്റിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ വരുമായിരിക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ബിലീവ് മീ, ആ സൊല്യൂഷൻ വായിച്ച് ആ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന കുട്ടികൾ നിങ്ങളെക്കാളും വളരെ മുന്നിലാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, പ്രിലിംസിൽ കുറച്ച് മാർക്ക് വാങ്ങാനല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം റാങ്ക് ലിസ്റ്റിലാണ്. ആ റാങ്ക് ലിസ്റ്റിലേക്ക് കയറുന്നത് വളരെ ടോപ്പ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ്. അതിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, ആ സീരിയസ്നെസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ, തുറന്നു പറയട്ടെ കൂട്ടുകാരെ, നിങ്ങൾ ടെസ്റ്റുകൾ സീരിയസ് ആയിട്ട് എടുക്കണം. ടൈം മാനേജ്മെന്റ് പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വായിച്ച് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള എബിലിറ്റി ഉണ്ടാക്കണം. ഈ കഴിഞ്ഞ സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസിൽ ഉൾപ്പെടെ ഞാനത് കണ്ടു അല്ലെ. അതായത് റേഡിയസ് കൂടുന്നു എന്നുള്ളത് എന്താണ്, റേഡിയേഷൻ കൂടുന്നു എന്നാക്കി മാറ്റി മലയാളത്തിലേക്ക് വന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് കൺഫ്യൂസ് ആയി. PSC പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷുള്ള ക്വസ്റ്റിനെ അവസാനം നോക്കുള്ളൂ എന്നുള്ളത്. പോയില്ലേ, ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യുമായിരിക്കും. പക്ഷെ എന്താണ്, അത് കൃത്യമായി എഴുതി പോയി ഒരു കുട്ടി അത് ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൃത്യമായി വായിക്കാൻ എബിലിറ്റി ഉണ്ടാക്കിയ കുട്ടി ഒരു മാർക്ക് എന്ത് ചെയ്തു, എക്സ്ട്രാ സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള എബിലിറ്റി, നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം വായിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ മലയാളം ആയിരുന്നല്ലോ, ഞാൻ മലയാളം മീഡിയം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ബിലീവ് മീ, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചിലത് വായിച്ചാൽ വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ ചില ക്വസ്റ്റ്യൻസ് സഹായകരമാകും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, അവസാനത്തെ സൊല്യൂഷൻസ് ഉൾപ്പെടെ വായിച്ച് മനസ്സിലാക്കി
ഒരു ടെസ്റ്റ് എടുക്കുന്നത് അവസാനിപ്പിക്കുക. ടെസ്റ്റ് നിങ്ങളുടെ 30 മിനിറ്റിൽ 1 മണിക്കൂറിൽ തീരും. സൊല്യൂഷൻ വായിച്ച് തീർക്കണം. നിങ്ങൾ ഓരോന്നും വായിച്ച് മനസ്സിലാക്കി നോട്ട് ചെയ്ത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എൻ എക്സ്ട്രാ 1 or 2 hours. പക്ഷെ അതാണ് നിങ്ങളെ ആ ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഉദ്ദേശം ജോലിയാണ്. ഇത്രയധികം ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആണ്. ആ സീരിയസ്നെസ്സിൽ എന്ത് ചെയ്യുക, ആ സത്യസന്ധതയോടുകൂടിയിട്ട് എന്ത് ചെയ്യുക, ടെസ്റ്റുകളെ കാണുക, ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പുതിയ ടെസ്റ്റുകൾ, പുതിയ ട്രെൻഡ് അനുസരിച്ച് തരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് അത് ചെയ്യേണ്ട ഒരാവശ്യമില്ല. പഴയ ടെസ്റ്റ് തന്നെ എടുത്ത് പിന്നെയും എടുത്ത് കോപ്പി ചെയ്ത് തന്നാൽ മതി. ഞങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി തരുന്നത് നിങ്ങൾക്ക് എന്തിനു വേണ്ടി മാത്രമാണ്, നിങ്ങൾ ആ എബിലിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഫൈനലി, വൈ ഷുഡ് ഐ ഫോളോ എ സ്റ്റഡി പ്ലാൻ? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമാണ് കൂട്ടുകാരെ അതിൻ്റെ ഉത്തരം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്തൊക്കെ നമ്മളിവിടെ കണ്ടു? ഇപ്പോൾ നമ്മൾ സിലബസ് എന്ത് ചെയ്യുന്നു, നമ്മൾ കവർ ചെയ്യുന്നു. സിലബസ് കവർ ചെയ്യൽ അല്ലേ. ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നമ്മൾ നിങ്ങൾക്ക് തരും, ടെസ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നു. ഇതെല്ലാം എന്തിനു സഹായിക്കും? റിവിഷൻ ആൻഡ് റിവിഷൻ അല്ലെ. അതിനുശേഷമോ എക്സാം ഹാളിന്റെ ഒരു ടെൻഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് കുറയ്ക്കും. ഇത്രയധികം എക്സാമുകൾ നിങ്ങൾ മറ്റുള്ളവരെ എല്ലാം വിട്ട് ഒരു ക്ലോക്കും സൈഡിൽ വെച്ചിട്ട് എഴുതി തീർക്കുമ്പോൾ എക്സാം ഹാൾ വിൽ ബി എ കേക്ക് വാക്ക്. ബിലീവ് മീ, എക്സാം ഹാൾ ഈസ് ഗോയിങ് ടു ബി എ കേക്ക് വാക്ക് ഫോർ യു പീപ്പിൾ. കാരണം എന്താണ്, ചെയ്ത ആളുകാരെ കുറിച്ചാണ് പറയുന്നത്. വെറുതെ ടെസ്റ്റ് എഴുതി 30 മാർക്കുണ്ട് ശരി പോയി, പുറത്ത് പോയി ചായ കുടിക്കാൻ പോയി, അതല്ല. ഇത് ചായ കുടിക്കാൻ പോയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം, സൊല്യൂഷൻ നിങ്ങൾ അവസാനിപ്പിക്കണം നോക്കിയിട്ട്. ഇത് ചെയ്യുകയാണ് തുടർച്ചയായിട്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ സ്ട്രക്ചറിൽ പോവുകയാണെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ തുടങ്ങിയ പോലത്തെ ഒരാളായിരിക്കില്ല ബൈ ദ എൻഡ് ഓഫ് ദി സ്റ്റഡി പ്ലാൻ. അത് ഉറപ്പിച്ച് ഞാൻ പറയാം. ഇത് നേരത്തെ പറയുമ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയും. കാരണം ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞ് കിട്ടിയ ഫീഡ്ബാക്ക് ആണ് ഈ കോൺഫിഡൻസിന് കാരണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫീഡ്ബാക്കിന്റെ കോൺഫിഡൻസിന് കാരണമല്ല. അപ്പൊ സ്റ്റഡി പ്ലാൻ സ്ട്രക്ചർ വൃത്തിയായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ എക്സാമിന് കയറുന്നതിന് മുമ്പ്, കാരണം നമ്മുടെ മിനി സ്റ്റഡി പ്ലാൻ കേരള ഹിസ്റ്ററി ആയിരുന്നു അല്ലെ. കേരള ഹിസ്റ്ററിയാണ് നമ്മൾ തീർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കയറുന്നതിന് മുമ്പ് കണ്ട 2 മെസ്സേജുകളിൽ ഒന്നാമത്തെ മെസ്സേജ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, രണ്ടാമത്തെ മെസ്സേജ് ഇതായിരുന്നു. ഹൈ സർ, സാറിന്റെ കേരള ഹിസ്റ്ററി യൂട്യൂബ് ക്ലാസ് ഇന്ന് കണ്ടു. പല ഹിസ്റ്ററി ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുക്കും ചിട്ടയോടും കൂടിയ ഒരു ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നത്. വെരി യൂസ്ഫുൾ. ഈ കുട്ടി റാങ്ക് കിട്ടിയെന്നോ ഈ കുട്ടി എന്തോ ആയോ അതൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ആ കുട്ടിയോട് താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ആ കുട്ടിയുടെ റിപ്ലൈ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞങ്ങൾ തരുന്ന ഒരു കാര്യവും റാൻഡമായി അവിടെയും ഇവിടെയും എന്നുള്ള തോണ്ടിയെടുത്തിട്ടുള്ള രീതി ഉണ്ടാവില്ല. പഠിപ്പിക്കുന്നത് ക്രൊണോളജിക്കലായി കൃത്യമായ ചിട്ടയോടുകൂടി ഒന്ന് കഴിഞ്ഞ് അടുത്തത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുക. അത് ഞങ്ങൾ ഉറപ്പിച്ച് പറയാം. ഓക്കെ, ഇപ്പൊ കേരള ഹിസ്റ്ററി ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം. വേണമെങ്കിൽ ആദ്യം തന്നെ എന്താണ് യൂറോപ്യന്മാർ വരുന്നത് കാര്യം ചുമ്മാ അങ്ങ് പറഞ്ഞു തുടങ്ങാം. പക്ഷേ ഈ യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആദ്യം പഠിക്കണം? ലിറ്റററി സോഴ്സസ് നിങ്ങൾ അറിയണം. ലിറ്റററി സോഴ്സ് വെറുതെ കുറെ ബുക്കിന്റെ പേര് മാത്രമല്ല. അതെന്ന് പറയുന്നത് ആ ലിറ്റററി സോഴ്സസ് ഓരോന്നും നമ്മൾ പറയുന്ന, ഇപ്പൊ മധുരൈ കാഞ്ചി പറയുകയാണെന്നുണ്ടെങ്കിൽ, സംഘകാലം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ രാജാക്കന്മാർ അവിടെ ആരുണ്ടായിരുന്നു, അന്ന് എന്തായിരുന്നു കാലഘട്ടം, സമൂഹം എന്തായിരുന്നു. തുഹഫത്തുൽ മുജാഹിദീൻ വരുന്ന സമയത്ത് പോർച്ചുഗീസുകാരുടെ പോരാട്ടത്തിനെ കുറിച്ചും ആ കാര്യങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെ നമ്മൾ ഓരോന്നും പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അറൈവൽ ഓഫ് ദി യൂറോപ്യൻസ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് കേരളത്തിലെ പല പല രാജാക്കന്മാരെ കുറിച്ച്, കവികളെ കുറിച്ച്, സോഷ്യൽ സ്ട്രാറ്റസിനെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ അറിയാണ്ട് തന്നെ ഉള്ളിൽ കയറിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. സോ ഈ ക്രോണോളജി, ഈ അടുക്കും ചിട്ടയും നമ്മളുടെ ത്രൂ ഔട്ട് ദ സിലബസ്, ത്രൂ ഔട്ട് ദ കോഴ്സ്, ത്രൂ ഔട്ട് ദ സ്റ്റഡി പ്ലാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ അല്ലേ? പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യം ഓർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ കേരള ഹിസ്റ്ററിയുടെ മിനി സ്റ്റഡി പ്ലാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഞങ്ങൾ ടെസ്റ്റുകൾ തരിക എന്നത് നിങ്ങൾക്ക് തന്നെ ഒന്ന് കാണിച്ചു തരാനാണ് നമ്മൾ ചില ചോദ്യങ്ങൾ, നമ്മൾ 3 ചോദ്യങ്ങൾ, അതായത് 3 ദിവസത്തെ എന്താ പറയുക പഠിക്കാൻ തന്ന ഭാഗങ്ങളിലെ ഓരോ ഭാഗത്തു നിന്നും ഓരോരോ ചോദ്യങ്ങൾ എടുത്ത് ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാണ്. യു ക്യാൻ സി എന്താണ് നമ്മൾ തരുന്നത് എന്നുള്ളത്. നോക്കൂ, ഒരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ റിഗാർഡിംഗ് ദ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി? കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത്? തിരുവാതിരക്കളി വാസ് മെൻഷൻഡ് ഇൻ സംഘം ലിറ്ററേച്ചർ. മയൂര സന്ദേശം കണ്ടെയ്ൻസ് റെഫറൻസ് ഓഫ് മാമാങ്കം ഇൻ കോഴിക്കോട്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്കോ ഹിസ്റ്ററി ക്ലാസ്സിലേക്കോ പോകുന്നില്ല. ഇതിൽ ഒന്ന് മാത്രമാണ് ശരി. തിരുവാതിരക്കളി സംഘം ലിറ്ററേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്ന സെലിബ്രേഷനെ കുറിച്ച് ഏതിലാണ്? മധുരൈ കാഞ്ചി. ഇത് മുൻ ചോദ്യമാണ് അല്ലെ. മധുരൈ കാഞ്ചി എന്ന് പറയുന്ന
കൃതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓണത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഇനി മയൂര സന്ദേശം കണ്ടെയ്ൻസ് റെഫറൻസസ് ഓഫ് മാമാങ്കം ആണോ? അല്ല. ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ കോകില സന്ദേശത്തിലാണ് എന്ത് ചെയ്യുന്നത്, മാമാങ്കം. ഈ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളുടെ ശ്രീധരമേനോനുണ്ട് അല്ലെ, ശ്രീധരമേനോനുണ്ട്, ശ്രീധരമേനോന്റെ കേരള ചരിത്രമുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ അവിടെ നിന്നാണ് റിസർച്ച് ചെയ്ത്, അവിടെ നിന്നാണ് ഞാൻ വായിച്ചിട്ട്, റിസർച്ച് എന്ന് പറയാൻ ചെറിയ ക്ലാസ് ഉണ്ടാക്കുന്ന സമയത്ത് റിസർച്ച് പോലെ തന്നെ ആയിരുന്നു, എല്ലാം വായിച്ച് നോട്ട്സ് ഉണ്ടാക്കലായിരുന്നു. അതുപോലെ തന്നെ പുറക്കാട് രാജാവ്, സൈനിക സഹോദരൻ എന്ന് പറയും പോർച്ചുഗീസുകാരുടെ, അത് ശ്രീധരമേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 കൊല്ലം മുമ്പ് മറ്റേ PSC ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത് വേറെ എവിടെയും ആ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ പല പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തുള്ള സോഴ്സുകൾ ഒന്നിച്ച് ചേർത്ത് ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടെസ്റ്റുകൾ തരിക. സോ ദാറ്റ് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് കുറച്ചൊക്കെ കഥയൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാൻ സാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി. ഇനി അതിനുശേഷം കീ തന്നതിന് ശേഷം സൊല്യൂഷൻ പാർട്ടിൽ പോയാൽ ആ ക്വസ്റ്റിൻ്റെ അവിടെ നമ്പർ 1 എന്ന നമ്പറിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഇങ്ങനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? തിരുവാതിരക്കളിയുടെ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അത് സംഘകാലത്തിലുണ്ട്. അതല്ലാണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള ടോപ്പിക്കുകൾ, തമിഴ് സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച്, ആ കാലഘട്ടത്തിലെ സോഷ്യൽ എന്താ പറയുക സ്ട്രക്ചറിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത് കോകില സന്ദേശം റിട്ടൺ ബൈ ഉദ്ദണ്ഡ ശാസ്ത്രികൾ കണ്ടെയ്ൻസ് റെഫറൻസ് ടു കാലിക്കറ്റ് പോർട്ട് മാമാങ്കം ഹെൽഡ് ഇൻ തിരുനാവായ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ തെറ്റായ സ്റ്റേറ്റ്മെന്റിന്റെ കൃത്യമായ അതെന്താണ് ശരി എന്നുള്ള എക്സ്പ്ലനേഷനും ഉൾപ്പെടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റുകൾ തരുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് കൂടി ചേർത്ത് പഠിക്കുമ്പോഴേ നിങ്ങളുടെ ടെസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, പൂർണ്ണമാകുന്നുള്ളൂ. കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഭാഗം നോക്കൂ. വെൻ വാസ് മലബാർ ഡിവൈഡഡ് ഇൻടു 2 പാർട്സ് ആസ് നോർത്ത് മലബാർ ആൻഡ് സൗത്ത് മലബാർ? പലതവണ വന്നിട്ടുള്ള ചോദ്യമാണ് അല്ലെ, പലതവണ വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ഒപ്പം മറ്റൊരു ചോദ്യം കൂടി വരാറുണ്ട്. ഈ നോർത്ത് മലബാറിന്റെയും സൗത്ത് മലബാറിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സുകൾ ഏതൊക്കെയായിരുന്നു എന്ന ചോദ്യവും വരാറുണ്ട് അല്ലെ. എപ്പോഴാണ്? 793 മലബാർ വിഭജിക്കപ്പെടുന്നത്. എന്നിട്ട് 1800 എന്ത് ചെയ്യപ്പെടും? 1800 മൊത്തത്തിൽ മലബാർ മദ്രാസ് സംസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടും. ഇനി നോർത്ത് മലബാറിന്റെ തലസ്ഥാനം തലശ്ശേരി ആയിരുന്നു, സൗത്ത് മലബാറിന്റെ തലസ്ഥാനം ചെറുപ്പളശ്ശേരി ആയിരുന്നു. 2-3 കൊല്ലം മുമ്പ് ഒരു PSC എക്സാമിൽ ഡിഗ്രി ലെവലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, എക്സ്ട്രാ പോയിന്റുകളായി നിങ്ങൾ പഠിച്ച് പോകണം. ഇതിൽ ഏത് ചോദിക്കുമെന്ന് നമുക്കറിയില്ല. ആ ചോദ്യം മാത്രം വായിച്ചു നോക്കൂ. ഈ ചോദ്യം വായിച്ചു, നിങ്ങൾ ആൻസർ എഴുതി 1793, കീ നോക്കി 90 ശരിയാണ് പോയി. എക്സാമിൽ ഈ ചോദ്യം ചോദിക്കണമെന്നില്ല. എക്സാമിൽ എന്ത് ചോദിക്കും? നോർത്ത് മലബാറിന്റെ സൗത്ത് മലബാറിന്റെ തലസ്ഥാനം എന്നായിരിക്കും ചോദിക്കുക. സൊല്യൂഷൻ നോക്കി കൃത്യമായി എഴുതിപ്പോയ ഒരു കുട്ടി എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യനിൽ ശരിയാക്കിയിട്ട് 1 മാർക്കും എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യും, ഇറങ്ങി വരും. മനസ്സിലാവുന്നുണ്ടോ? സൊല്യൂഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം കുറച്ചുകൂടി വലിയ, അതായത് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരാറുണ്ട് ഇപ്പോൾ ചോദ്യങ്ങൾ അല്ലെ. പ്രത്യേകിച്ച് കേരള ഹിസ്റ്ററിയുടെ തുടക്കത്തിൽ എപ്പോഴും ഒരു 3 സ്റ്റേറ്റ്മെന്റ് തരാറുള്ളത്, അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ് തരാറുള്ളത്. നോക്ക്, ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നതാണ് ചോദ്യം. തൃപ്പടി ദാനം എന്ന ചടങ്ങ് 1750 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നടത്തി. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കൊട്ടാരത്തിലെ പ്രശസ്തനായ മന്ത്രിയായിരുന്നു രാമയ്യന്തളവ. മാർത്താണ്ഡവർമ്മയ്ക്കും കൊച്ചിക്കും ഇടയിലാണ് പുറക്കാട് യുദ്ധം നടന്നത്. സ്റ്റേറ്റ്മെന്റുകളാണ്. ആൻസേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. പുറക്കാട് യുദ്ധം നടന്നത് ആരുടെ ഇടയില? മാർത്താണ്ഡവർമ്മ കായംകുളം. പുറക്കാട് വാർ മാർത്താണ്ഡവർമ്മ കായംകുളം അല്ലെ. മേജർ ബാറ്റിൽസ് ഏതൊക്കെ? കുളച്ചൽ വാർ, അതുപോലെ തന്നെ ഏതാണ് ആനന്ദേശ്വരം വാർ, ഇതൊക്കെ ആരൊക്കെ തമ്മിൽ നടന്നു എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൃപ്പടി ദാനം എന്ത് ചെയ്തു, നടന്ന വർഷം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാമയ്യന്തളവ മാർത്താണ്ഡവർമ്മയുടെ തന്നെ ദിവാനായിരുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു അല്ലെ. രാമയ്യന്തളവ ആദ്യത്തെ ദിവാൻമാരിൽ ഒരാളായിരുന്നു. കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്നത് സ്റ്റഡി പ്ലാനിൽ ഇങ്ങനെയായിരിക്കും. തമാശ എക്സാമുകൾ ആയിരിക്കില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ കൃത്യമായ ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷൻസും അടങ്ങുന്ന സമയം വെച്ച് എഴുതേണ്ട എക്സാമുകൾ നിങ്ങൾക്ക് തരും. സോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ടോപ്പിക്കുകൾ ഓരോരോ ദിവസങ്ങളിലായി വരുന്നു. ആ ദിവസങ്ങളിൽ നിങ്ങൾ ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുന്നു. ഇടയ്ക്ക് ചിലപ്പോൾ ഒരു മിനി ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം 10ാമത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ച അവസാനിക്കുന്നതോ നമ്മൾ എങ്ങനെയാണോ സ്ട്രക്ചർ ചെയ്യുന്നത്, ആ ദിവസം നിങ്ങൾക്ക് ഒരു ഫുൾ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ അതുവരെ പഠിച്ച ആ 10 ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും. 75 ദിവസത്തെ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 70 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഏതാണ്ട് ഭാഗങ്ങൾ കഴിയുകയാണെന്നുണ്ടെങ്കിൽ 70 ഇതുപോലത്തെ മികച്ച 50 ചോദ്യങ്ങളോ 35ഓ 50ഓ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ടെസ്റ്റുകൾ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളെ തന്നെ അത്ര തവണ നിങ്ങൾ ഇതിനും പരിശോധിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മുടെ കോഴ്സിലുള്ള സെക്ഷണൽ ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റ്, ഫുൾ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, ഇതിൻ്റെയൊക്കെ പുറമെ ഈ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ഫോളോ ചെയ്യുക. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇഫ് നിങ്ങളത് കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ചെയ്യുന്ന ഒരാളായിരുന്നു നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തുടങ്ങിയ ഒരു വിദ്യാർത്ഥിയായിട്ടായിരിക്കില്ല
നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയായിട്ടായിരിക്കില്ല നിങ്ങൾ സ്റ്റഡി പ്ലാൻ അവസാനിക്കുമ്പോൾ ഉണ്ടാവുക. അത്ര ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ആ കോൺഫിഡൻസ്, ആ ഫയർ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഒരുമിച്ച് സ്റ്റഡി പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാം, ഒരുമിച്ച് നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.